പ്രസംഗമല്ല, ഈ കയറി നിന്ന് പ്രസംഗിച്ചിട്ടോ കൈയടിച്ചിട്ടോ ഇതൊന്നുമല്ല. നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ എന്താണ്, ഏതാണ് നമ്മൾ ഇടപെടൽ കാര്യങ്ങൾ, നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹമുണ്ടോ, ഇതിലാണ് യഥാർത്ഥമായ കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഈ ഹോളിനകത്ത് ഡോറ് തുറന്ന് അകത്ത് വന്ന കസേര ഇരിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ, അതിൻ്റെ ഒരു മാസ്ക് ഇട്ട ഒരു പരിപാടി, അല്ലെങ്കിൽ ആ സമയത്ത് കസേരയിൽ ഈ ഇത്ര ഇട്ടിരിക്കുന്ന കസേരയിൽ വന്നിരിക്കുമ്പോൾ ആള് മാറിയതുപോലെ ഓന്തിനെ പോലെ ഒരു 1.5 മണിക്കൂർ കാണിക്കുന്ന പ്രകടനമല്ല നിങ്ങളെ ക്രിസ്തീയ ജീവിതം. അടുത്തൊരു പറഞ്ഞിട്ട്, പ്രകടനമല്ല ക്രിസ്തീയ ജീവിതം, അതൊരു ജീവിതമാണ്, ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. അതായിരുന്നു എല്ലാം തല്ലിപ്പൊളി കേസുകളാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപകളാൽ ദൈവം നമ്മളെ, അപ്പം ഇത് പ്രകടനമല്ല. പറഞ്ഞാട്ടെ, ക്രിസ്തീയ ജീവിതം നമ്മുടെ 2.5 മണിക്കൂർ 1.5 മണിക്കൂർ ഹാളിനകത്ത് വന്ന് ഈ വെള്ള കസേരയിൽ ഇരിക്കുമ്പോൾ കാണിക്കുന്ന പ്രകടനമായി മാറരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുക. ഹല്ലേലൂയ. ഒരല്പമെങ്കിലും ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ, വെളിയിലും നമ്മളെ ലൈഫിൽ അത് കാണണം. മത്തായി എഴുതിയ സുവിശേഷം 3:11 വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ സ്നാനത്തിനെ കുറിച്ചൊരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. എന്താണ് വായിച്ചേ? ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു. ഹല്ലേലൂയ. എന്റെ പിന്നാലെ വരുന്നവൻ, അതാണ് വെളിപ്പാടെന്ന് പറയുന്നത്. അത് ഈ യേശു കർത്താവിനെ ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കടവിലോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനായ ഈ യോഹന്നാൻ സ്നാപകൻ വെളിപ്പാടിലും പ്രവചന ദൂത് പോലെ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷെ എൻ്റെ പിന്നാലെ വരുന്നവൻ വെള്ളം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ എന്ത് ചെയ്യുക, തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം. 2 തരത്തിലുള്ള സ്നാനം. എന്താണ്? പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, പിന്നെ തീയാലുള്ള സ്നാനം. അത് കഴിപ്പിക്കാൻ വന്ന ആളാണ് നസ്രായനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ യോഹന്നാന്റെ കാലഘട്ടത്തിൽ ചെയ്ത സ്നാനത്തിൻ്റെ ഒരു അനുഭവം അല്ല നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. നമ്മൾ 3 സ്നാനം കഴിഞ്ഞവരാ. ഒന്ന്, വെള്ളത്തിലൊരു സ്നാനം, നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വെള്ളത്തിലൊരു സ്നാനം നമ്മൾ ചെയ്തു. ഹല്ലേലൂയ. അത് മാത്രമല്ല, നിങ്ങളുടെ മേലും നമ്മുടെ മേലിൽ ദൈവം തരാൻ പോകുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. അത് ഇതുവരെ നിന്റെ ലൈഫിൽ വെളിപ്പെട്ടില്ല എങ്കിൽ ഇന്ന് നീ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിനാൽ ഒരു സ്നാനമുണ്ട്. ഹല്ലേലൂയ. അത് അവിടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ യേശു ക്രിസ്തു കടവിലോട്ട് ഇറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ഉടനെ അവിടെ എന്ത് ചെയ്യാണ്? പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരിക. ഹല്ലേലൂയ, പ്രൈസ്. അത് മാത്രമല്ല, വീണ്ടും മരുഭൂമിയിലോട്ട് നടത്തുന്ന നമ്മൾ കാണുന്നത്, മരുഭൂമിയിൽ കൊണ്ടു ചെന്നിട്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്താൽ നിറച്ചു. പ്രൈസ്, തീയാൽ നിറച്ചു. ഹല്ലേലൂയ. പിന്നെയാണ് യേശു കർത്താവ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ അനുസരണമാണ്. എന്താണ്? അടുത്തൊരു പറഞ്ഞിട്ട്, അനുസരണം. ഏറ്റവും ആത്മീകമായ ഒരു കർത്താവ് നമ്മൾ വായിച്ച ഒരു ആദ്യത്തെ കുറിവാക്യമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഞാൻ പറയട്ടെ, ഒരു പ്രിയപുത്രനായി നമ്മൾ മാറണമെങ്കിൽ അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ പിതാവായ ദൈവം സ്വർഗം തുറന്ന് പ്രിയപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ അതിനു മുമ്പ് ചില പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടു, ചില കാര്യങ്ങൾ അവിടെ നടന്നു. അല്ല, വീട്ടിനകത്ത് ഇരുന്നെങ്കിൽ ഈ പ്രിയപുത്രനാകാൻ പറ്റുമായിരുന്നു? കർത്താവ് അന്നത്തെ ദിവസം അവിടെ വന്നിട്ടുമില്ല, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയപുത്രൻ എന്ന ശബ്ദം കേൾക്കുമോ? സ്വർഗം തുറക്കുമോ? നമുക്കറിയാം, പുത്രത്വം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. എന്താണ് പുത്രത്വം എന്ന് പറയുന്ന സ്ഥാനം? ഏറ്റവും കൂടുതൽ പിശാച് വാദിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് പുത്രത്വം. നിന്റെ ലൈഫിൽ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ നിന്റെ ഒരു പദവി ഉണ്ട്, അത് പുത്രത്വമാണ്. ആ പുത്രത്വം എന്ന പദവിക്കകത്ത് നിന്ന് നീ നിൽക്കുമ്പോൾ, കയറാൻ ശ്രമിക്കുമ്പോൾ, പലപ്പോഴും നിനക്ക് വിരോധമായി പിശാച് എഴുന്നേക്കും. അവിടെ പലപ്പോഴും ഈ യേശുവിനോട് പിശാച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ പുത്രനെങ്കിൽ. ഹല്ലേലൂയ. പിശാച് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണ്? നീ പുത്രനെങ്കിൽ. ഹല്ലേലൂയ. ആ എങ്കിൽ നമ്മുടെ ലൈഫിൽ വേണ്ട. നമ്മൾ പറയണം, ഞാൻ പുത്രൻ തന്നെയാണ്.
പറഞ്ഞാട്ടെ, ഞാൻ പുത്രൻ തന്നെയാണ്, ഞാൻ പുത്രിയാണ്, ഞാൻ പുത്രനാണ്. അത് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇന്ന് പകല് ഒരു ഉറപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ ദാസനല്ല, ദാസിയല്ല, ദൈവത്തിന്റെ ഹല്ലേലൂയ മകനാണ്, മകളാണ്. അതിന് എൻ്റെ ലൈഫിൽ സംശയമില്ല. സംശയമില്ലാതെ നീ എഴുന്നേറ്റാൽ നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും വെളിപ്പെടും. എന്നാൽ പിശാച് ശ്രമിക്കുന്നത് നിന്റെ ഉള്ളിൽ ഒരു സംശയം കൊണ്ടിടാനാണ്. നീ ദൈവമകനാണോ, നീ ദൈവമകളാണോ, നീ പുത്രനാണോ പുത്രിയാണോ എന്ന് എപ്പോഴും പിശാച് നിന്നോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ആ സംശയമില്ല. പറഞ്ഞാട്ടെ, സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല. ഡൗട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഡൗട്ടുണ്ടോ? പുത്രനാണെന്ന് ഡൗട്ടുണ്ടോ? പക്ഷെ ഡൗട്ട് നമുക്ക് കാണുന്നത് ഇപ്പം ചോദിച്ചാൽ കാണത്തില്ല. അതങ്ങനെയാണ്. കാരണം ഡൗട്ടുണ്ടോ ചോദിച്ചാൽ പറഞ്ഞ് നിങ്ങൾ പറയും, ഡൗട്ടുണ്ടോ ചോദിക്കും, ഇല്ലയെന്ന് പറയും. അതിൻ്റെ അർത്ഥം അത് ഇല്ലെന്നല്ല, അത് നിങ്ങളുടെ ലൈഫ് കണ്ടാൽ അറിയാം നിങ്ങൾ പുത്രനാണോ പുത്രിയാണോ. ഹല്ലേലൂയ. നമ്മൾ കൈകൊടുത്ത് പറഞ്ഞത് കൊണ്ടായില്ല. നമ്മൾ മന്ദബുദ്ധികളെ പോലെ വന്ന് ചില സമയങ്ങളിൽ ഇരുന്ന് ബോധമില്ലാതെ പാഷന്മാർ പറയുന്നു, കൈ കൊടുക്കാൻ പറയുന്നു, ആമേൻ പറയാൻ പറയുന്നു, സ്തോത്രം പറയാൻ പറയുന്നു, കൈയടിക്കാൻ പറയുന്നു. പലരുടെയും മൈൻഡ് ഇവിടെ അല്ലെങ്കിലും അടുത്തിരിക്കുന്നവൻ ചെയ്യുമ്പോൾ റോബോട്ടിനെ പോലെ നമ്മൾ ആവർത്തിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ പിശാചിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, നീ പുത്രനാണോ? ഹല്ലേലൂയ. നീ പുത്രനെങ്കിൽ ഹല്ലേലൂയ നീ അത് ചെയ്യണം, നീ അത് പറയണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു വെല്ലുവിളി ഉള്ളത് പുത്രത്വത്തിനെതിരാണ്. ഇവിടെ യേശുക്രിസ്തുവിനെതിരായിട്ട് ഒരു വലിയ വിഷയമുണ്ട്. കർത്താവിൻ്റെ ജനനം ഒരു വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു ജനിച്ചപ്പോൾ യോസേഫിൻ്റെ മകനായി അല്ലെങ്കിൽ മറിയയുടെ മകനായി ജനിക്കുകയാണ്. എന്നാൽ ഈ ജനനത്തിന് അകത്ത് നാട്ടുകാരുടെ ഇടയിൽ ഈ 30 വയസ്സ് വരെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വലിയൊരു ചൊല്ലുണ്ട്. ഇത് യോസേഫിൻ്റെ മകനല്ല. ഹല്ലേലൂയ. യോസേഫ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ സ്ത്രീ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകുന്നു. നമ്മൾ അറിയാം, ഏതൊരു കാര്യം ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ ഒളിച്ചു വയ്ക്കാൻ നോക്കിയാലും ലോകം മുഴുവനും അതറിയും. ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആകുന്നത് രഹസ്യങ്ങളാണ്. പരസ്യമായി നമ്മൾ പറയുന്ന ഒരു കാര്യവും അത് പബ്ലിസിറ്റി ആകത്തില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങളാണ് പബ്ലിസിറ്റി ആകുന്നത്, പരസ്യമാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ യോസേഫ് എന്ന് പറയുന്ന വ്യക്തി രഹസ്യമായി, അല്ലെങ്കിൽ മറിയ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായ ഈ തലമുറയെക്കുറിച്ച് രഹസ്യമാക്കി വെക്കുമ്പോൾ തന്നെ ഇത് പരസ്യമായി. ഇത് യോസേഫിൻ്റെ മകനല്ല. കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നു, അവിടെ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നു, വഴിയരികിൽ പ്രസവിക്കുന്നു, എടുത്ത് കിടത്തുന്നു. പ്രവാചകനും പ്രവാചിയും വന്ന് കുഞ്ഞിനെ എടുക്കുന്നു, കയ്യിലെടുക്കുന്നു, സ്തുതിക്കുന്നു. ഒരുപാട് നാടകീയ രംഗങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെയാണ് ഈ ആലയത്തിൽ ഇരിക്കുന്നു, പരീശന്മാരോടും സദൂക്യന്മാരോടും വാദിക്കുന്നു. വലിയ ഒരു ചരിത്രം തന്നെ യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞുനാളിലുണ്ട്. അപ്പോൾ തന്നെ കർത്താവിനെ കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ ബന്ധുക്കൾ, ചാർച്ചക്കാർ, കൂട്ടുകാർ അപ്പൻ്റെ കൂടെ ആശാരിപ്പണിക്ക് പോകുമ്പോൾ അവിടെയുള്ളവരൊക്കെ പതുക്കെ ചെയ്ത്, ഇത് മൂത്ത മോനാണ്, പക്ഷേ പുള്ളിയുടെ മോനല്ല, ഇത് വേറെയാണ്. ഭയങ്കര സംസാരമാണ്. നമ്മൾ പലപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും, പ്രത്യേകിച്ച് സംശയരോഗിയും കൂടെ ആണെങ്കിൽ, അപ്പൻ്റെ നെറ്റിയുണ്ടോ, അപ്പൻ്റെ മൂക്കുണ്ടോ, അപ്പൻ്റെ നുണക്കുഴി ഉണ്ടോ എന്നൊക്കെ നോക്കി പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ടല്ലേ. ഫ്രീസലമാണ്. ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ 2 പേരും വെളുത്തതാണ്, അബദ്ധത്തിന് കുഞ്ഞ് കറുത്തതാണ്, പിന്നെ അങ്ങോട്ട് അടിയായി, പിന്നെ ഡൈവോഴ്സായി, എന്തെല്ലാം വിഷയമാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാകുന്നല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, സംശയങ്ങളാണ്. അപ്പനെ പോലെ ഇരിക്കുന്നില്ല, അമ്മയെ പോലെ ഇരിക്കുന്നില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കും. ഈ അപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാമോ? കുഞ്ഞ്, ഈ ലോകത്തെ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ വെളിയിൽ വന്ന് നമ്മളെ കണ്ടിട്ടാണ്. പക്ഷെ അപ്പനും അമ്മയും സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ കയ്യും കാലും വികലാംഗരാണോ, നമ്മൾ മന്ദബുദ്ധിയാണോ, കറുപ്പാണോ, വെളുപ്പാണോ, നമ്മൾ എങ്ങനെ ഇരിക്കും ഒന്നും അറിയാതെ തന്നെ നിൻ്റെ അപ്പനും അമ്മയും നിൻ്റെ ആ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഒരു അപ്പൻ്റെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് വെളിമേ ഒന്നും കണ്ടിട്ടുള്ള സ്നേഹമല്ല. നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നും അറിയത്തില്ല. നിങ്ങൾ കറുപ്പാണോ, വെളുപ്പാണോ, നിങ്ങൾ വികലാംഗരാണോ, മന്ദബുദ്ധിയാണോ,
നിങ്ങൾക്ക് എന്തെങ്കിലും ഊനങ്ങളുണ്ട്, ഇതൊന്നും അറിയാതെ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ അപ്പനും അമ്മയും എത്രത്തോളം ബഹുമാനിക്കണം, എത്രത്തോളം സ്നേഹിക്കണമെന്ന് ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിങ്ങളെ ഇന്ന് ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ പുറമേ നിങ്ങളെ കണ്ടുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആരെന്നറിയാതെ നിങ്ങളെ സ്നേഹിച്ചവരാണ് നിങ്ങളുടെ അപ്പനും അമ്മയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്നേഹിച്ച വളർത്തി പുറത്ത് വന്നതും. എന്നാൽ കർത്താവിൻ്റെ 30 വയസ്സ് വരെ വലിയ ഒരു എവിടെ പോയാലും നിന്ന പരിഹാസം, പിറുപിറുപ്പ്, ആരും കാണാതെയും കേൾക്കാതെയൊക്കെ. ഇവന് യോസേഫിൻ്റെ മകനാ, പക്ഷേ പുള്ളിയുടെ അല്ല കേട്ടോ. ഇങ്ങനെ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഒന്നും മറക്കുന്ന ദൈവമല്ല. എല്ലാവരും അടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഒന്നും മറക്കത്തില്ല. ഹല്ലേലൂയ. ഓർക്കുന്ന ദൈവം പറഞ്ഞാട്ടെ, ഓർക്കുന്ന ദൈവം. എന്താ അതിന് ദൈവം നമ്മൾ ചിന്തിക്കും, നമ്മളൊന്നും പറയുന്നതൊന്നും ദൈവം കേൾക്കുന്നുണ്ടോ? ഡൗട്ടുണ്ടോ നിങ്ങൾക്ക്? സംഖ്യാപുസ്തകം 12 അധ്യായം എടുത്താട്ട്. സംഖ്യാപുസ്തകം 12 നമ്മളൊക്കെ പറയുന്നതും ചെയ്യുന്നതും കാണുന്നത് പ്രവർത്തിക്കുന്നതും ദൈവം അറിയുന്നുണ്ടോന്നൊന്ന് നോക്കാം. സംഖ്യാപുസ്തകം 12 അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചാൽ, മോശ ഒരു കൂശ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. എല്ലാവരും പറഞ്ഞാൽ യഹോവ അത് കേട്ടു. യഹോവ കൂടാരത്തിലുണ്ടായിരുന്നു, ഭൂമിയിൽ വന്ന് ഇവരെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇവരാരെങ്കിലും യഹോവ ഇറങ്ങി വന്ന് ഇരുന്ന യഹോവയുടെ മുമ്പിൽ വെച്ച് ആരെങ്കിലും സംസാരിക്കുമോ? പക്ഷെ മനുഷ്യരെല്ലാം സംസാരിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറയട്ടെ, അതാണ് ഈ പുത്രനും പുത്രിയാണെന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം പറയാൻ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും ആണെങ്കിൽ ആ ക്വാളിറ്റി കാണിക്കും. കാരണം അത് ആദ്യം നമ്മുടെ ഉള്ളിലാണ് വരുന്നുണ്ട്. ഞാൻ പുത്രനാണ്, പുത്രിയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് യഥാർത്ഥ പുത്രനും പുത്രിയാണെങ്കിൽ ഒരു വലിയ ബോധം ഉണ്ടാകും. ഞാൻ പറയട്ടെ, അന്ന് ഇന്നത്തേക്കാൾ ഭയങ്കരമായി ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പകൽ മേഘസ്തംഭമായി, വലിയൊരു മരുഭൂമിക്കകത്ത് പകൽ മേഘസ്തംഭമായി ആരുണ്ട്? ദൈവമുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണാം. ഇസ്രായേൽ ജനത്തിന് കണ്ണുകൊണ്ട് കാണാം ഒരു മേഘസ്തംഭം നിൽക്കുന്നു. രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവരുടെ കൂടാരത്തിനകത്തുണ്ട്. 40 ലക്ഷം പേര്, മെഗാ ചർച്ച്. അതിനകത്ത് പകൽ മേഘസ്തംഭമായി ആരുണ്ട്? ദൈവമുണ്ട്. ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണാത്ത രീതിയിൽ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് കാണണമെങ്കിൽ വീഡിയോയിൽ എങ്ങനെ കാണണം, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവർ നമ്മളെക്കാൾ ഭയങ്കര ആ കാര്യത്തിൽ ഭാഗ്യം ചെയ്തു വരുന്ന ആ മെഗാ ചർച്ചുകാർ. കാരണം അവരുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ മേഘസ്തംഭം നിൽക്കുന്നു, അഗ്നിസ്തംഭം നിൽക്കുന്നു രാത്രി. എത്ര ഭയങ്കരമാണ്! അവരെ ദൈവം നടത്തിയതൊക്കെ അത് ഭയങ്കര അത്ഭുതമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് ഈ മഞ്ഞ ഇട്ട് കൊടുത്ത് എങ്ങനെയെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആദ്യം മഞ്ഞിട്ടു തറയിൽ. എന്തിട്ടു? മഞ്ഞ്. നമ്മള് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കഴിക്കുന്നത് പോലെ ആദ്യം മഞ്ഞ് തറയിലിട്ടു, അതിൻ്റെ മുകളിൽ മഞ്ഞ ഇട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും മഞ്ഞിട്ടു. ദൈവം കരുതുന്ന വിധമേ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഭീകരനായ ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങൾ ദൈവത്തെ അങ്ങോട്ട് കയറി ഫ്രിഡ്ജിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട കേട്ടോ. ആലയിൽ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് എനിക്കുണ്ട്. കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളായി. 16,000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഫ്രിഡ്ജ് കണ്ടുപിടിച്ച്. ഇന്ന് നിനക്ക് ഡബിൾ ഡോറ്, നീ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടു ഡബിൾ ഡോറ്. ഷോക്ക് അടിച്ചാവാതെ നോക്കിയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊന്നും അല്ല, ഷോക്ക് അടിക്കാതെ ഒരിക്കലും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഫ്രിഡ്ജ് ആ മരുഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം റെഡിയാക്കി. പ്രൈസ് ദി ലോർഡ്. മഞ്ഞ് തറയിട്ടു, അതിൻ്റെ മുകളിൽ മഞ്ഞയിട്ടു, അതിൻ്റെ മുകളിൽ മഞ്ഞിട്ടു. ഹല്ലേലൂയ. ഇത്ര കരുതുന്ന ദൈവത്തിന് ഹല്ലേലൂയ. പാർലേസിൽ പിടിച്ച പിന്നെ വിശ്വാസികളെ പോലെ ഇരിക്കാതെ നിങ്ങളിന്ന് കൈയടിക്കുക. കരടിയപ്പ മനസ്സിലായില്ല, ട്യൂബ് ലൈറ്റ് മനസ്സിലായില്ല. ഹല്ലേലൂയ. ഇത്രയും നല്ല ദൈവത്തിന് ഇന്ന് പകൽക്കാലം നമ്മളെന്ത് ചെയ്യുക? കരമടിക്കണമെന്ന്. അപ്പൊ നിനക്കും എനിക്കും വേണ്ടി കരുതുന്ന ഈ ദൈവം ഇന്ന് തുടങ്ങിയ പരിപാടിയല്ല. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കരുതുവാൻ ദൈവം ശക്തനാണ്. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം നമുക്കില്ല. നിനക്ക് വേണ്ടി ഇന്ന്, അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാ പറയുന്നത് സ്വർഗീയ ദാനങ്ങളെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4 പറയുകയാണ്,
ദൈവത്തിന്റെ ആത്മാവിൽ പറയുകയാണ്, സ്വർഗീയമായ ദാനങ്ങളെ ആസ്വദിച്ചവർ, പ്രകാശനം ലഭിച്ചവർ പിന്നത്തേതിൽ ദൈവത്തെ തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. ഒരിക്കൽ നീ സ്വർഗീയ ദാനം അനുഭവിച്ചെങ്കിൽ, ആ പ്രകാശനം നിന്റെ ലൈഫിൽ വന്നെങ്കിൽ, നീ പിന്നത്തേതിൽ ദൈവത്തെ തള്ളിപ്പറയുന്നവനായി നീ മാറരുത്. ഒന്ന് വായിച്ചാട്ടെ ആ പുസ്തകം, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4 മുതൽ പെട്ടെന്ന് അത് വായിക്ക. ആ സ്വർഗീയ ദാനം, അതിനൊന്നൊരു ദാനമാണ്. എന്താണ് ഈ സ്വർഗീയ ദാനം? ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഐസ്ക്രീം എന്നിട്ട് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഐസ്ക്രീം നമ്മളെങ്ങനെ ഐസ്ക്രീം മറ്റേ ചോറ് കഴിക്കുന്നത് പോലെയാണോ? പാവയ്ക്ക കഴിക്കുന്നത് എങ്ങനെയാണ്? ആസ്വദിച്ചാണോ? ആരെങ്കിലും പാവയ്ക്ക കഴിക്കുമ്പോൾ ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ആസ്വദിച്ച് പാവയ്ക്ക താറെ വീഴാൻ പോകുന്ന ഉടനെ നാക്കൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കുമോ? പക്ഷേ ഐസ്ക്രീമോ? ഐസ്ക്രീം വാങ്ങിച്ചു ഇവിടെ ഇതുവഴി ഒഴുകുന്നു, ഇതുവഴി ഒഴുകുന്നു. നമ്മൾ നാക്ക് കൊണ്ടുവരെ എന്ത് ചെയ്യും? അവസാനം കൈയെല്ലാം എന്ത് ചെയ്യും? വിരളൊക്കെ. പക്ഷേ പാവയ്ക്ക അങ്ങനെ ചെയ്യൂ? പാവയ്ക്ക കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും മുഖം? കാർക്കോടകനെ പോലെ ആവും അല്ലേ? കാരണം എന്താ? നമുക്ക് ആസ്വദിച്ചല്ല കഴിക്കുന്നത്. ഹല്ലേലൂയ. അതിപ്പം അതുപോലെയാണ് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നത് പോലെ ആസ്വാദനത്തോടെയാണ് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കഷായം കുടിച്ചതുപോലെ ഇരിക്കത്തില്ല. അപ്പൊ കഷായം കുടിച്ചതുപോലെ ഇരിക്കുന്നുവെങ്കിൽ നീ ദൈവപുത്രനും പുത്രി എന്ന് പറയരുത്. കഷായം കുടിച്ച പോലെ ഇരുന്നാൽ ഈ പറയുന്ന ഒരു വചനവും നിന്റെ ലൈഫിൽ വെളിപ്പെടുകയില്ല. പക്ഷെ ചിലരുണ്ട്, അവർ വചനം കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുക. ഹല്ലേലൂയ. പ്രൈസ് അടുത്ത് പറഞ്ഞാട്ടെ, ആസ്വദിക്കണം. വചനം പറയുമ്പോൾ അത് ആസ്വദിക്കണം. നിന്റെ മനസ്സ് ഇതുവഴി കയറി പാതാളം വഴി വേറെ എവിടെയെങ്കിലും പോയിട്ട് വരരുത്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഇപ്പോഴെങ്കിലും ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നാൽ TV കാണാം, എല്ലാം കാണാം, മൊബൈലും ഉണ്ടല്ലോ, എല്ലാം ആസ്വദിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു വചനം ഒന്ന് നീ ആസ്വദിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ നിന്റെ ലൈഫിൽ ഇന്നത്തെ കഷായം കുടിച്ച അവസ്ഥയെല്ലാം മാറി, നിന്റെ സ്ഥിതി അങ്ങ് മാറി, നീ പുറത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്ന് ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ അവർ ജ്യൂസ് എന്ന് പറയരുത്. കഴിഞ്ഞ ദിവസം 2-3 ജ്യൂസ് എടുക്കാൻ പറഞ്ഞു. അയ്യോ, ജ്യൂസ് എന്നൊന്നും പറയില്ല ഇപ്പോൾ. കാരണം എന്താണ്? ജ്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ വിഷമെന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അല്ലേ? പത്രങ്ങളിലെല്ലാം നിറഞ്ഞു കവിഞ്ഞ് മനസ്സിലായില്ലേ പലർക്കും? ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ജ്യൂസ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷെ ആകെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനം ഉള്ളത് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം ഐസ്ക്രീം കഴിക്കുന്നത് പോലെ കേൾക്കുന്ന മനുഷ്യര് അത് ആസ്വദിക്കുമ്പോൾ, എമ്മോസിലോട്ട് പോയ ശിഷ്യന്മാര് ദൈവം പറഞ്ഞ വചനം കേട്ട് ആസ്വദിച്ച് അത് ഏറ്റെടുത്തപ്പോൾ അത് അവരുടെ ലൈഫിൽ ഒരു വലിയ ബ്ലെസ്സിംഗ് ആയി മാറിയതുപോലെ നിന്റെ ലൈഫില് ഇന്ന് പകൽ വചനം കേട്ട് നീ ആ ദൈവവചനത്തെ ഉൾക്കൊള്ളുമ്പോൾ, അത് ആസ്വദിക്കുമ്പോൾ സ്വർഗീയ ഭോജനം, അതാ പറയുന്ന സ്വർഗീയ ഭോജനം, സ്വർഗീയ ധാന്യം വരും, സ്വർഗീയ ഭോജനം നിന്റെ ലൈഫിൽ വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ തുറന്നു നോക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കാനിടയാകും. ദൈവത്തിന്റെ വചനം ആസ്വദിക്കുന്നവന് ഒരു പ്രത്യേകതയുണ്ട്. അവനവന്റെ ഭവനം തുറന്ന്, റൂം തുറന്ന്, അവന്റെ ഡോർ തുറന്ന് വെളിയിൽ വരുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണാനിടയാകും. അവന്റെ ഭവനത്തിന്റെ മുമ്പിൽ, അവന്റെ ഭവനത്തിന്റെ അകത്ത്, അവന്റെ കണ്ണിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും, വീര്യ പ്രവൃത്തികൾ നടക്കും. അതാ ഈ സീസൺ. സുഖമായും ശുഭമായി ഇരുപ്പാൻ എന്റെ ദൈവം, ദൈവത്തിന്റെ വചനം അത് കേൾക്കുമ്പോൾ തന്നെ അത് ആസ്വദിക്കുന്നവന്റെ ലൈഫില് കഷായം കുടിച്ചവനെ പോലെയല്ല, വിഷം കുടിച്ചവനെ പോലെയല്ല. ഇന്ന് പകൽ ജീവൻ വ്യാപരിക്കുന്ന വചനം അത് നിന്റെ അകത്ത് പ്രാവർത്തിക പദത്തിലെത്താൻ, യഥാർത്ഥ പുത്രനും പുത്രിയായി മാറാൻ ഇന്ന് പകൽ നീ പറയുന്ന കാര്യം, നിന്റെ കൂടാരത്തിൽ പറയുന്ന കാര്യം അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ആര് കേൾക്കും, ആര് അറിയും? അതാണ് സംഖ്യാപുസ്തകം 12-ാം അധ്യായം ഒന്നുകൂടെ വായിച്ചാട്ടെ. അവിടെ പറയുന്നുണ്ട്, അവിടെ മിരിയാമും ആരാണ്? അഹരോനും കൂടെ ചെന്ന് സഹോദരന്മാര്, സഹോദരനും സഹോദരിയും കൂടെ വീട്ടിനകത്ത് കൂടാരമാണ് അന്ന്. കൂടാരത്തിനകത്ത് കട്ടൻ ചായയും മിച്ചറും പക്കാവടയും കൂടെ വെച്ച് തിന്നുകൊണ്ട് തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, സിസ്റ്ററെ
അറിഞ്ഞ ഇല്ല. ഇത് മോശ ഒരു പുതിയ ക്രൂശ്യ സ്ത്രീ എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. എന്നിട്ട് അങ്ങോട്ട് അവരുടേതായ നില ജനിച്ചപ്പോഴേ നുണ പറയാൻ വേണ്ടിയും തിന്നാൻ വേണ്ടി മാത്രം ജനിച്ച രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? വാ തുറന്ന് വിഷം തുപ്പാൻ തുടങ്ങി. പെട്ടെന്ന് വചനം പറയുകയാണ്, യഹോവ അത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൈക്കടുത്തല്ല പ്രസംഗിച്ചത്, മൈക്കടുത്ത് പ്രസംഗിച്ചില്ല, കൂടാരമാണ്. 40 ലക്ഷം പേരുടെ വലിയൊരു ജനസമുദ്രം അവിടെ കിടക്കുന്നു. ഇവിടെ ഇരുന്ന് പറയുന്നത് അടുത്തിരിക്കുന്നവന് അടുത്ത കൂടാരത്തിൽ കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ഇവര് അനിയത്തി സഹോദരി കൂടെ പറഞ്ഞത് ചെവിയിലായിരിക്കും പറഞ്ഞത്. ആരും കേൾക്കാൻ, ചാരന്മാരുണ്ട്, സ്പൈ വർക്കേഴ്സ് ഉണ്ട്, ആരും കേൾക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. അത് മൊബൈലില്ല, റെക്കോർഡ് ചെയ്ത് പിടിക്കാനും ഒന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ചെവിയില് ശരിയായില്ല. സഹോദരനെതിരെ പറയും, സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. നിന്റെ ഹൃദയത്തിലെ നിരൂപണം അറിയുന്ന ദൈവം. വേറൊരു വചനം പറയാണ്, നീ പറയുന്നത് കേൾക്കുന്ന ദൈവം. മറ്റൊരു വചനം പറയാണ്, നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം. നമ്മുടെ ലൈഫിൽ പലപ്പോഴും വിടുതൽ സംഭവിക്കാത്തതിന് കാരണം, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് പുറമേയുള്ള അഭ്യാസ പ്രകടനം കണ്ട് വീടുന്നവനല്ല ദൈവം. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം. നിന്റെ വായിലെ വാക്ക് കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തെ ഭയപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാനും നീയും ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത്. അവൻ സർവശക്തൻ, സർവവ്യാപി, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ലൂസിഫർ ഫ്ലക്സ് കെട്ടിവെച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ കയറാൻ പോകുന്നു ഫ്ലക്സ് വെച്ചില്ല. രാവിലെ പിന്നെ ഇറങ്ങി ഒരു അംബാസഡർ കാറ് പിടിച്ച് മൈക്ക് സെറ്റും വെച്ചിട്ട് ഞാൻ നാളെ മുതൽ സ്വർഗത്തിൽ കയറാൻ പോകുന്നു വിളിച്ചു പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഹൃദയത്തിനകത്ത് ലൂസിഫർ നിരൂപിച്ചതേ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാള് നേരെ വന്നവനെ വെട്ടി തറയിട്ടു. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ദൈവം ആരെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആരാധിക്കാൻ. അടുത്ത് പറഞ്ഞേട്ടെ, ഈ ദൈവം ആരെന്ന് അറിഞ്ഞിട്ടൊക്കെ പോരെ നമ്മൾ ആരാധനയും പ്രാർത്ഥന ദൈവത്തിന്റെ ദാസ്യം. നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് അറിയുമോ? ഈ ദൈവം ആരെന്ന് അറിയാതെയാണ് കോടിക്കണക്കിന് ജനങ്ങൾ ബൈബിൾ എടുത്ത് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് സാക്ഷ്യം സുവിശേഷം പറഞ്ഞു. ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് 1 മണിക്കൂർ അവരെന്നെ പിടിച്ചെടുത്തി. ഇതെങ്ങനെ ഇതായി? കഴിഞ്ഞ ദിവസം ഞാൻ ലോൺ സാങ്ഷന് വേണ്ടി പോയപ്പോൾ കാനറ ബാങ്കിൽ ഒരു നായരിരിക്കുന്നത് നമ്മുടെ ബന്ധുവാണ്. പിന്നീട് മനസ്സിലായത് സോമൻ നായർ, മറ്റേ BJPയിലെ ഈ ജില്ലാ സെക്രട്ടറി സോമൻ നായർ. അദ്ദേഹത്തെ BJPയിൽ കൊണ്ടുവന്ന എൻ്റെ അച്ഛനാ. ഷിജു RS നായർ, രാമേന്ദ്രൻ നായർ എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നായന്മാരെങ്ങനെ പാസ്റ്ററാ, നായന്മാരെങ്ങനെ പാസ്റ്റായി. അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചു, ലോണിൻ്റെ ഇതിനു വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങനെ മതം മാറി, നിങ്ങളെങ്ങനെ ഇതായി? അദ്ദേഹം പുള്ളി ഭയങ്കര നായർ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ എൻ്റെ അച്ഛനെ മാത്രം ക്യാബിനകത്ത് വിളിച്ചിട്ട് നിങ്ങളെങ്ങനെയാണ് ക്രിസ്ത്യാനിയായത്, മതം മാറിയത്, നിങ്ങളെങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ടാണോ, അമേരിക്കയിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ടാണോ, എങ്ങനെയാണ്? എന്താ പുള്ളിക്കെല്ലാം അറിയണം. ഞാൻ വിശാലമായിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. അദ്ദേഹം വലിയ വിരോധി, വലിയ പ്രശ്നക്കാരനല്ല. അദ്ദേഹം അറിയാൻ വേണ്ടി ചോദിച്ചാണ്, വേറൊന്നുമല്ല. ഞാൻ ഇത് എങ്ങനെയൊക്കെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചാണ്. അവിടെയും യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ. ലോൺ എടുക്കാൻ പോയപ്പോൾ വേണമെങ്കിൽ അവർ പറഞ്ഞു ലോൺ കിട്ടണമെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ വിചാരിച്ചാൽ ഏതെങ്കിലും കമ്പനി, എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ നമ്മളെ ചർച്ച 12,000 പേര് വരുന്ന അവരുടെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുള്ളവരുണ്ട്. എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് എഴുതാനും ഉണ്ടാക്കാനൊന്നും വളരെ നിസ്സാര കേസാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് കള്ളത്തരം കാണിച്ച് പൈസ വേണ്ട. ഹല്ലേലൂയ. സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ചെയ്യാനൊക്കെ പണ്ടാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്പുറം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ എനിക്കിപ്പോൾ വേണ്ട. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഞാൻ പാസ്റ്ററാണ്, ഞാൻ സുവിശേഷകനാണ്, എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല. കർത്താവാണ് എൻ്റെ പ്രൊട്ടക്ഷനും പ്രൊവിഷനും. ഹല്ലേലൂയ. എൻ്റെ സാലറി എന്ന് പറയുന്നത് 42,000, 50,000, 60,000, 1,00,000, 10,000 ഒന്നും വെക്കാൻ പറ്റുന്നവനല്ല. ഞാൻ കർത്താവ് രാജാവിൻ്റെ വേലക്കാരനാണ്. എൻ്റെ സാലറി അളക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ 350 ദിവസത്തേക്ക് ജോലി ചെയ്യുന്ന ആളല്ലെന്ന്. ഞാൻ ദാരിദ്ര്യവാസിയല്ല. എണ്ണിച്ചുട്ട അപ്പം പോലെ 8 മണിക്കൂറും 10 മണിക്കൂറും ജോലി ചെയ്ത് നടു ഒടിഞ്ഞിട്ട്
വാങ്ങിച്ച് പിറ്റേന്ന് പത്രക്കാരനും പാലുകാരനും കൊടുത്ത് തീരുന്നവനാണ്. ഞാൻ രാജാവിന്റെ മകനാണ്. എനിക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ പാടില്ല. കാരണം സ്വർഗത്തിലെ ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യുവമാർ മണ്ടന്മാർ, ഇവർക്ക് അറിയാമോ ഈ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് എണ്ണിച്ചുട്ടപ്പം പോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് 3-50 ദിവസം വാങ്ങിച്ച് ജീവിക്കുന്നത്? ഞാൻ രാജാവാണ്, രാജാവിന്റെ മകനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ഭൂമിയിലുള്ള ഒരു കമ്പനിയുടെ ആളല്ല, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവനൊരു പ്രത്യേകതയുണ്ട്, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല. കാരണം നിശ്ചിത തുകയില്ല. കാരണം ദൈവം സമൃദ്ധിയായി നടത്തുന്നു. എന്റെ കാര്യങ്ങൾ എത്ര ലക്ഷം, എത്ര ആയിരം, എത്ര 10,000 വേണമോ അത് 10,000-ആയി, ഓവർഫ്ലോ ആയി. എന്റെ ആവശ്യത്തെക്കാൾ മതിയായവനാണ് എന്റെ ദൈവമെന്ന വെളിപ്പാട് ഇതിനകത്തിരിക്കുന്ന നിനക്ക് വേണം. ഹല്ലേലൂയ. അപ്പൊ ലൂസിഫർ ഹൃദയത്തിൽ ചിന്തിച്ചത് അറിഞ്ഞ ദൈവം കൂടാരത്തിനകത്തിരുന്ന് കാതിൽ പറഞ്ഞ കാര്യം സ്വർഗത്തിലെ ദൈവം കേട്ടു. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചോ, കേട്ടിട്ട് എന്ത് ചെയ്തു? വന്നിട്ട് കേട്ടിട്ട് കേട്ടു. അയ്യോ, മോശയെ കുറിച്ച് ദൈവം പറയുന്ന കാര്യമാണെന്ത്? പക്ഷെ വലിയ സൗമ്യത വല്ലതും ഉണ്ടായിരുന്നോ? മോശയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സീനായ് മലയിൽ 40 ദിവസമൊക്കെ ഇരുന്ന പാർട്ടി വെളിയിൽ താഴോട്ട് വന്നപ്പോൾ താഴെ കേട്ട ആരവം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അഹരോന്റെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ മോശ എന്താ ചെയ്തത്? കയ്യിലിരുന്ന പേടകത്തെ എന്ത് ചെയ്തു? പലക എന്ത് ചെയ്തു? കൽപ്പലക എഴുതി ഒരൊറ്റ എറി. ഭയങ്കര ദേഷ്യം, പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. ഹല്ലേലൂയ. എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ കമ്പെടുത്ത് ഒറ്റയടി പാറയിൽ. ഹല്ലേലൂയ. ഒറ്റ അടിക്ക് ഒരുത്തനെ കൊന്നവനാ പിന്നീട് മാനസാന്തരപ്പെട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നിട്ടും മോശയ്ക്ക് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുക? ആ പലകയൊക്കെ എറിഞ്ഞങ്ങ് പൊട്ടിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തുനിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോഴെങ്കിലും ഒരു 40 ദിവസമൊക്കെ ഇരുന്നപ്പോൾ ഒരുവിധമെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരാത്തതാണ്. പക്ഷെ എന്നിട്ട് പോലും പുള്ളിയുടെ ദേഷ്യം എന്ത് ചെയ്തു? കൽപ്പലക എറിഞ്ഞങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. അത്ര ദേഷ്യം. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ പക്ഷത്ത് ആരുണ്ടോ വാഴ എല്ലാവരും വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. ഈ പുള്ളിയെക്കുറിച്ച് ദൈവം പറയാണ്, മോശ പ്രൈസ് ദി ലോർഡ്. ഈ സൗമ്യത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നമ്മൾ സൗമ്യനാന്ന് പറയുമ്പോൾ വെറും പാപം പ്രതികരിക്കാത്ത, വളരെ ശാന്തമായി സംസാരിക്കുന്ന, വളരെ പതുക്കെ പുള്ളി ഒരു സൗമ്യനാണ്. അവൻ ലോക ഫ്രാഡായിരിക്കും. ഈ അഭിനയിക്കുന്നവർക്കാണല്ലോ സർട്ടിഫിക്കറ്റ് കൂടുതൽ കിട്ടുക. പാവം സൗമ്യൻ. ചില ആൾക്കാർ പിന്നെ നമ്മളെ മുഖത്ത് നോക്കൂല, കള്ളന്മാരെ പോലെ കുനിഞ്ഞിരുന്നു. പാവം ലോക കള്ളനാണ് ഈ കണ്ണ് താഴോട്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലർക്ക് സൗമ്യനാണ്, പാവമാണെന്നൊക്കെ കൊടുക്കുന്നത് ഈ പുറമേ ഉള്ള കാണുന്ന ചില അഭിനയങ്ങൾ കണ്ടാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം എപ്പോഴും സൗമ്യൻ എന്ന് പറയാൻ കാരണം പ്രത്യേക ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. മോശ എന്ത് ചെയ്യുന്നു? പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ്. ഹല്ലേലൂയ. കൂടാതെ മോശയ്ക്ക് ജനമല്ല, സ്ഥാനമല്ല, സ്റ്റേജല്ല, മൈക്കല്ല, കയ്യിലിരിക്കുന്ന വടിയല്ല, ഇതൊന്നും മോശയ്ക്കൊരു വിഷയമല്ല. മോശയ്ക്ക് എപ്പോഴും ദൈവം മതി. എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണം, എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ, ജനം, ഈ ചർച്ച്, മെഗാ ചർച്ച്, ഇതൊന്നും ഈ മോശയുടെ ഉള്ളിൽ കയറുന്നില്ല. മോശയ്ക്ക് എപ്പോഴും ഒരു കാര്യം അറിയാം, ഈ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടാൽ എൻ്റെ കാര്യം തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ മോശ എന്തായിരുന്നു? കർത്താവേ, ജനത്തിൻ്റെ ഇടയിൽ പ്രസംഗിച്ചാലും ദേഷ്യപ്പെട്ടാലും അടുത്ത നിമിഷം മുഴങ്കാലം മടക്കിയിട്ട്, കർത്താവേ, അവനൊരു ദോഷം പറ്റരുത്, അവനെ എടുക്കരുത്, അവനെ കൊല്ലരുത്, അവന് ശിക്ഷാവധി വരരുത്, അവനൊരു ദോഷം വരരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സാണ് മോശയ്ക്കുള്ളത്. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, എല്ലാവരും വരാൻ പറഞ്ഞു. വായിച്ചോ. നിങ്ങൾ 3 പേരും എന്ത് ചെയ്തു? സഹോദരങ്ങൾ 3 എണ്ണം കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സമാഗമന കൂടാരത്തിൻ്റെ നടുവിൽ 3 പേര് വന്നു. എന്നിട്ട് യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി നിന്ന്
ആ വിളിച്ചിട്ട് ആ ആ ആ ആ ആ ആ ആ ആ ആ വിശ്വസ്തരാകുന്നു. ആ ആ മറ പൊരുളായിട്ടല്ല മോശയോട് അരുളി ചെയ്തത്. പലരോട് ഞാൻ സ്വപ്നത്തിൽ കാണും, ചിലപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ദർശനം കണ്ടു, ഞാൻ അത് കണ്ടു. പക്ഷേ എൻ്റെ ദാസനായ മോശയോട് ഞാൻ സ്വപ്നത്തിലൂടെ അല്ല സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു ശബ്ദത്തിലൂടെ അല്ല, ഞാൻ എൻ്റെ ദാസനായ മോശയോട് സംസാരിച്ചതും അവനെ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറക്കിയതും മറ പൊരുളായിട്ടല്ല, നേരിട്ടാണ്. അതാണ് വിളി. സ്പഷ്ടമായിട്ട് നേരിട്ട് അവനെ ഞാൻ വിളിച്ച് എൻ്റെ വേലയ്ക്ക് ഇറക്കി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഇവരെ അങ്ങനെയല്ല. അഹരോനെ മിര്യാമിനെ ഇറക്കിയത് എങ്ങനെയാ? മോശയിലൂടെയാണ് ഇറക്കിയത്. ഹല്ലേലൂയ.